നമസ്കാരം. സത്യത്തിൽ കേരളത്തെ കേന്ദ്ര സർക്കാരിന് ഭയമാണോ? എന്തെങ്കിലും സഹായം ചെയ്താൽ കേരളം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുമെന്ന ഭയം. കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാതെ സംസ്ഥാന സർക്കാർ ഇത്രത്തോളം വളരുമ്പോൾ സഹായം കൂടി ചെയ്താൽ കേന്ദ്രത്തിന്റെ പൂച്ച പുറത്താകുമെന്നുള്ള ഭയം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയാണ് രാജ്യത്ത് ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ഉയർന്ന വേതനം കേരളത്തിൽ എന്നതാണെന്ന്. റിസർവ് ബാങ്കിന്റെ 2023-24 റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ അതിലെ സത്യാവസ്ഥ കേന്ദ്രത്തിൽ തള്ളിക്കളയാനോ പിന്തുണയ്ക്കുന്നവർക്ക് കൊണ്ടുവന്ന വാർത്തയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ആരോഗ്യ സാമൂഹ്യ മേഖലകളിലും ഏറ്റവും മികവ് കേരളത്തിനെന്നും റിപ്പോർട്ടിലുണ്ട്. ഗ്രാമങ്ങളിൽ ഏറ്റവും ഉയർന്ന വേതനം നിൽക്കുന്ന കേരളത്തിലായാണ് മാതൃമരണ ശിശുമരണ നിരക്കുകൾ ഏറ്റവും കുറവ്. മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന ജമ്മു കാശ്മീർ, തമിഴ്നാട് എന്നിവിടങ്ങളിലും മാതൃമരണ ശിശുമരണ നിരക്കുകൾ താരതമ്യേന കുറവാണ്. എന്നാൽ തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം ലഭിക്കുന്ന മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാതൃമരണ ശിശുമരണ നിരക്കുകൾ വളരെ കൂടുതലാണ്. തൊഴിലാളികളുടെ വേതനത്തിന് ആരോഗ്യ സാമൂഹ്യ മേഖലകളിലെ മികവുമായി ബന്ധമുണ്ടെന്നത് റിസർവ് ബാങ്ക് റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഗ്രാമീണ മേഖലയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 893.6 രൂപ, കർഷക തൊഴിലാളികൾക്ക് 807.2 രൂപ, കാർഷികേതര തൊഴിലാളികൾക്ക് 735 രൂപ എന്നിങ്ങനെയാണ് കേരളത്തിൽ ശരാശരി ദിവസക്കൂലി. ദേശീയ ശരാശരിയുടെ ഇരട്ടിയോളമാണിത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ദിവസക്കൂലി ദേശീയ ശരാശരി 417.3 രൂപ, കർഷക തൊഴിലാളികളുടേത് 372.7 രൂപയും കാർഷികേതര തൊഴിലാളികളുടേത് 371.4 രൂപയും ഉയർന്ന കൂലി ലഭിക്കുന്നതിനാലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തൊഴിലാളികൾ പ്രവഹിക്കുന്നത്. 2024 നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡിലെ ഊർജ്ജ കാര്യക്ഷമതയിലും കേരളം 2ാം സ്ഥാനം കരസ്ഥമാക്കി. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ കാര്യക്ഷമത വിലയിരുത്തുന്ന ദേശീയ ഊർജ്ജ കാര്യക്ഷമ സൂചികയിൽ ഗ്രൂപ്പ് 2 വിഭാഗത്തിലാണ് കേരളത്തിന് പുരസ്കാരം ലഭിച്ചത്. കാർഷിക രംഗം, വൈദ്യുത വിതരണ രംഗം, ഗതാഗതം, വ്യാവസായിക രംഗം, വൻകിട കെട്ടിടങ്ങൾ, ഗാർഹിക മേഖല എന്നീ വിഭാഗങ്ങളിൽ ഊർജ്ജ കാര്യക്ഷമത ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും ഈ മേഖലയിലെ ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നടത്തിവരുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് കേരളത്തിന് പുരസ്കാരം ലഭിച്ചത്. വൈദ്യുതി മന്ത്രാലയം നൽകുന്ന ഈ അവാർഡ് ഊർജ്ജ സംരക്ഷണ മേഖലയിൽ സംസ്ഥാനം നടപ്പിലാക്കുന്ന മാതൃകാപരമായ പദ്ധതികൾക്കുള്ള അംഗീകാരം കൂടിയാണ്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ സാക്ഷിയാക്കിയാണ് കേരളം ഈ പുരസ്കാരം കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയത്. അതെങ്ങനെ കേന്ദ്രം നിഷേധിക്കും? ഇനി ഇതെല്ലാം കള്ളമാണെന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതും കൂടി കേട്ടോളൂ. BJP ഭരിക്കുന്ന മധ്യപ്രദേശും UPയും ഗുജറാത്തും ത്രിപുരയും ഒക്കെയാണ് കൂലി നൽകുന്നതിലും ആരോഗ്യത്തിലുമൊക്കെ ഏറ്റവും പിന്നിൽ. ഒന്നാമതെത്തുന്ന സംസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്തെ കൂടി പറയേണ്ടി വരും. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ മിണ്ടണ്ട. കേരളത്തിന്റെ നേട്ടത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പതിവ് പോലെ മരിച്ചതുപോലെ കിടന്നേറ്റാൽ മതി.